ബാക്ക്, ഇറ്റ്സ് മീ നോട്ട് ക്രാഫ്റ്റ് ബുക്കീസ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ ഒരു വേൾഡ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഒന്നുകൂടെ കാണിച്ചു തരാം. യെസ്, നല്ല പരിചയമുള്ള വേൾഡ് അല്ലേ? അതെ, നമ്മുടെ സ്വന്തം സുധിയണ്ണൻ്റെ വേൾഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പം വേൾഡ് ഡൗൺലോഡ് വന്നിട്ട് 2-3 ദിവസമായി. പക്ഷെ നമ്മൾ വളരെയധികം ലേറ്റായി ഈ ഒരു വേൾഡ് ഡൗൺലോഡ് എടുക്കാൻ. കാര്യം വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ തിരക്കായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു വേൾഡ് ഡൗൺലോഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചാനൽ പുതിയതായിട്ട് എത്തി ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിരിക്കുക, നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് ലൈക്ക് ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇന്നൊരു പ്രത്യേകതര സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് വർക്കാവുന്ന റിസോഴ്സ് പാക്ക് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിസോഴ്സ് പാക്ക്, ടെക്സ്ചർ പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ആൻഡ് സ്റ്റഫാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഷെയ്ഡറും കൂടി ഇട്ടേക്കുകയാണ്. അത് ഇച്ചിരി കൂടിയ ഒരു ഇതാണ്, എങ്കിലും അതങ്ങനെയുണ്ട്. ഇതിൻ്റെ പേരെന്തായിരുന്നു, അല്ലോ അങ്ങനെ മറ്റെന്തോ അല്ലേ, ഓർമ്മയില്ല. ഓക്കെ, ഞാൻ കുറേ എപ്പിസോഡ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ. അപ്പോൾ കഴിഞ്ഞ തവണ വേൾഡ് ഡൗൺലോഡ് അതിൻ്റെ മുകളിലായിരുന്നു, എന്ന് വെച്ചാൽ വീടിൻ്റെ ഫ്രണ്ടിലായിരുന്നു. ഇപ്പോൾ അത് താഴോട്ട് മാറ്റിയിട്ടുണ്ട്. എനിവേസ് അത് സീനില്ല, നമുക്കിതെടുത്ത് ഇടാം. നമ്മളെ എന്താണ് സംഭവങ്ങളൊക്കെ എല്ലാം കൂടെ കയ്യിൽ പോരട്ടെ. എന്ത് ഇത്ര താമസം, വരട്ടെ. കുറച്ച് ദിവസമായി കീബോർഡ് ആൻഡ് മൗസ് വെച്ച് കളിച്ചിട്ട്, അതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും സെറ്റായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആർമറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേക്കാം. ഈ 52 റോക്കറ്റ് കൊണ്ട് ഞാൻ ഈ വേൾഡ് ഫുള്ള് ചുറ്റി കറങ്ങണമെന്നാണോ സുധിയണ്ണൻ പറയുന്നത്? എനിവേയ്സ്, നമുക്കത് വിഷയമില്ല. ആദ്യമേ തന്നെ നമുക്ക് സുധിയണ്ണൻ ഇവിടെ ആദ്യമായിട്ട് ചെയ്ത നമ്മുടെ വീട് തന്നെ കാണാം. കഴിഞ്ഞ തവണ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് വീടാണ്. കഴിഞ്ഞ തവണ നമ്മൾ ഇവിടെ ആയിരുന്നു സ്പോൺ ചെയ്ത്. ഇതെന്തായത് സംഭവം? വടാപ്പൻ പെയിന്റിങ് ഒക്കെ താഴെ നടക്കുന്ന ആരത് പൊളിച്ചിട്ടാൻ എൻ്റെ കൈ കിട്ടണ്ടല്ലോ. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അവിടെ കറക്റ്റ് ബണ്ണി. ഓക്കെ, നമ്മളെ ബണ്ണി ടെക്കീസ് ഇത് കാണുന്നുണ്ടെങ്കിൽ ബണ്ണി ടെക്കീസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞാനിവിടെ ഒരു ചിത്രം വെച്ചതായിട്ട് ബണ്ണി ടെക്കീസ് മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മുടെ എല്ലായിടത്തും വീണ് കിടക്കുകയാണല്ലോ. ഇവിടെ ഇനി ബണ്ണിയെ കിട്ടുമോ? ഇവിടെ ബണ്ണിയെ കിട്ടിയിട്ടില്ല. നമുക്കിത് ഇവിടെ വയ്ക്കുക. ഓക്കെ, അതിരിക്കട്ടെ. ഒരു പില്ലേജറും ഒരു വില്ലേജറും, നല്ല കോമ്പിനേഷൻ. നൈസ് ട്രൈ മൈൻക്രാഫ്റ്റ്. പിന്നെ ഇത് നമ്മളെ സ്വന്തം ആരായിരുന്നു? പഫ്സ് അല്ലേ? പഫ്സ്. പിന്നെ അവിടെ ഒരു പാണ്ട ഉണ്ടല്ലോ, മുട്ട പഫ്സ്. ഓക്കെ, സെറ്റ്. പിന്നെ എന്തിന് മാപ്പ്, സോറി, കുറച്ച് എന്തൊക്കെയോ തകരാറുകൾ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അതൊന്നും സീനാകണ്ട. നമ്മൾ കഴിഞ്ഞാണ് വന്നപ്പോൾ ഇത്രയും ഏരിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നതാ ഇവിടെ എല്ലായിടത്തും നിറഞ്ഞു. ഐലൻഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കാൻ ഞാൻ നന്നായി. കാര്യം ചെയ്യില്ലെങ്കിൽ പിന്നെ ചുറ്റിക്കറങ്ങാൻ ഒരുപാട് സമയം എടുത്തേനെ. അത് നമ്മൾ മറ്റേ റാദി വേൾഡിനകത്ത് പാടുപെടും. ഓക്കെ, എനിവേയ്സ്, നമുക്കിനി മുകളിലോട്ട് കയറാം. മുകളിൽ എന്തുണ്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ നമുക്ക് പോവാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് നമുക്ക് ഈ മാപ്പിൽ നോക്കിയിട്ട് തന്നെ പോവാം. നമുക്ക് ഓർഡറിന് പോകണ്ട, പകരം നമ്മൾ കണ്ട് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആ ഒരു വഴിയങ്ങ് പോവാം. അതാണ് എൻ്റെ ഒരു നൈസ്. ഇവിടെ ചെറിയൊരു ഫിഷിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് സുധിയണ്ണൻ. പിന്നെ അതിൻ്റെ അവിടെ ഒരു ബോട്ട് കൊണ്ട് നിർത്തിയിട്ടിട്ടുണ്ട്. സെറ്റ്. പിന്നെ ഇവിടെയും ചെറിയ ബോട്ടൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഇനി അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. അവിടെയാണ് കൂടുതൽ കാര്യങ്ങൾ. കുറേ എപ്പിസോഡ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ. എന്തെങ്കിലും തെറ്റായിട്ട് ഞാൻ വിളിച്ചു പറയുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇവിടെ ബ്രിഡ്ജ് ഉണ്ട്. ഇതാണ് എനിക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് സാധനം ഇൻ ദ വേൾഡ്. സാധനമല്ല, ബിൽഡ് ഇൻ ദ വേൾഡ്. കഴിഞ്ഞ തവണ ഇപ്പം ഇതിലും അടിപൊളിയായിട്ട് XP ഫാമാണ് ഇപ്പം എൻ്റെ ഫേവറേറ്റ്. ഇവിടെ ചെറിയൊരു ഡാം ഉണ്ട്. ഓക്കെ, ഡാമൊക്കെ കാണാം. പൊളിയാണ്. ഡാമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു പുഴയോ എന്താ സാധനം, ഈ സാധനം ഉണ്ടാക്കിയ സമയത്താണ് നമ്മൾ വേൾഡ് ഡൗൺലോഡ് കിട്ടിയത്. അത് നമ്മളിപ്പോൾ അന്ന് വന്നായിരുന്നു. ഓക്കെ, ഇവിടെ സൂപ്പർ സ്മെൽറ്ററാ. ഓക്കെ, പ്രത്യേകിച്ച് കാണാനൊന്നും കാണത്തില്ലെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, പ്രത്യേകിച്ച് അങ്ങനെ അധികമായിട്ടൊന്നുമില്ല. ഇതല്ല നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു? ഒരുപാട് പേരുണ്ട്. ബീബുവാ
ബീബുവോ ബൂബു അങ്ങനെ എന്തോ ഒരുപാട് പേരുണ്ട്. ഇപ്പോഴുള്ള ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എങ്കിലും ഹാപ്പി ഗസ്റ്റിൻ്റെ സ്റ്റേഷനാണിത്. ഓക്കെ, ഇവിടെ ഇവിടെയോ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ കൊണ്ടുവന്ന് അതിനെ പാർക്ക് ചെയ്യും. അങ്ങനെയാണ് സംഭവം. ഇത്ര പെട്ടെന്ന് നൈറ്റായി. ഇത് എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ എന്ന് എനിക്കൊരു സംശയം ഇല്ലാതില്ല. പെട്ടെന്ന് നൈറ്റ് ആവുന്നു. സാധാരണ എല്ലാവർക്കും 8 മിനിറ്റ് കൊണ്ടാണ് നൈറ്റ് ആവാറ്. എനിക്ക് ഇത് എന്തുവാ 4 മിനിറ്റ് കൊണ്ടൊക്കെയാണ് നൈറ്റ് ആവുന്നത്. ചെയ്യാനെന്ന് പറയാം. എനിവേസ് ഓക്കെ, ഇവിടെ നമ്മളെ വില്ലേജറിൻ്റെ ബ്രീഡർ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. കറക്റ്റ് അറിയത്തില്ല, ഓർമ്മയില്ല. ഇവിടെ നമ്മുടെ ബാംബു ഫാമുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ട സാധനം. അവിടെ ഒരു പോണ്ടുണ്ട്. ഓക്കെ, സെറ്റാണ്. കിടന്നുറങ്ങിയില്ലെങ്കിൽ നമ്മളെ വന്ന് ചില ആൾക്കാർ സെറ്റാക്കും. ബെഡ് കൈ വരാൻ ഇത്ര താമസം. ഇവിടെ വയ്ക്കാൻ പറ്റില്ല ഡേ, ഇവിടെ വയ്ക്കാം. ഓക്കെ, നമ്മളങ്ങനെ സുധിയണ്ണൻ്റെ വേൾഡ് വന്നിട്ട് ഫസ്റ്റ് നൈറ്റ് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. ഫുള്ള് ബിൽഡൊക്കെ വന്നതിന് ശേഷം. ഇത് ഫൈനൽ വേൾഡ് ഡൗൺലോഡാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ വരികയാണെങ്കിൽ എന്തോ മാനുവൽ സംഭവം, ഇതെന്തോ കൊക്കോ ബീൻസ്, ആ സാധനം ഫാം ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. നമ്മളുടെ ഒരു ആക്ഷൻ ആൻഡ് സ്റ്റഫ് ലെറ്റ്സ് പ്ലേ വേൾഡ് ഉണ്ട്. അതൊക്കെ ഇനി എന്നാണോ എന്തോ ഇതുപോലെ കിടിലായി വരുന്നത്. തോന്നെ സമയം എടുക്കും ഗൈസ്. കാര്യം വെച്ചാൽ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് അതിന് തോന്നെ സമയം എടുക്കും. എന്നാലും അതിനകത്ത് പറ്റുന്നത്രയും ബിൽഡൊക്കെ നമ്മൾ കൊണ്ടുവരും കേട്ടോ. നിങ്ങൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇതല്ല നമ്മുടെ XP ഫാം. അതെ, ഇതാണ് സുധിയണ്ണൻ്റെ മാസീവായിട്ടുള്ള XP ഫാം. ഇവിടെ നിന്നാൽ 10-50 XP ഒക്കെ പെട്ടെന്ന് കിട്ടുമെന്നാണ് സുധിയണ്ണൻ പറയുന്നത്. ഞാൻ അങ്ങനെ ഇതിൻ്റെ ഒന്നും വീഡിയോ അങ്ങനെ കണ്ടിട്ടില്ല ഗായ്സ്. പക്ഷെ എനിക്കറിയാം, സംഭവം എനിക്കറിയാം. ഇത് നല്ല ബിൽഡാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്കും ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. ആരും കോപ്പി ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് വന്ന് കമൻ്റ് ഒന്നും ചെയ്യരുത്. ചെയ്യത്തില്ലെങ്കിൽ ഞാൻ ഇത് നമ്മളെ വേൾഡിലോട്ട് എടുക്കുക. ഓക്കെ, കോപ്പി ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് കമൻ്റ് ഇടാൻ വരുന്ന കുറേ വാഴകളുണ്ട്. ചെയ്യാനെന്ന് പറയാം, നമുക്കത് വിടാം. അല്ലെങ്കിൽ ഞവന്മാരിഞ്ഞ് ഈ കമൻറ്റ് ബോക്സിൽ എന്നെ പിടിച്ച് എയറിൽ വയ്ക്കും. ഇതാണ് സുധിയണ്ണൻ ലാസ്റ്റ് എപ്പിസോഡിൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഈ ഒരു വേൾഡ് നിർത്തുന്നതിൻ്റെ അന്ന് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പേ ബിൽഡ് ചെയ്തെടുത്ത ഒരു വില്ലേജ്. ഇതെന്താണ്, ചെറിയ ലാഗ് ഉണ്ട് കേട്ടോ. ഈ ആക്ഷൻ ആൻഡ് സ്റ്റെപ്പിൻ്റെ കൂടെ ഷെയ്ഡറും കൂടി ഇട്ടേക്കുന്നുണ്ട്. അത് എനിക്ക് ഇച്ചിരി കഴപ്പം കൂട്ടിട്ട് ചെയ്ത പരിപാടിയാണ്. ഓക്കെ, അതൊന്നും വിഷയമില്ല. പിന്നെ ഇവിടെ എന്തോ ഇന്റീരിയർ അല്ലല്ലോ, ആ ചുമ്മാതെ ഇത് മരത്ത് മൊത്തം കൊള്ളയാണ് ഗായ്സ്. നമ്മളെ മുട്ട. മുട്ട, നമസ്കാരം മുട്ട. എന്തൊക്കെയുണ്ട് ഇവിടെ പരിപാടി? ഇതിൻ്റെ പപ്സ് അവിടെ ഇരിപ്പുണ്ട്. നിങ്ങളെ രണ്ടുപേരുടെ ചേർത്ത് നമുക്ക് മുട്ട പപ്സ് എന്ന് വിളിക്കാവുന്നതാണ്. ഞാനല്ല വിളിക്കുന്നത്, നിങ്ങളുടെ ഓണറായിട്ടുള്ള സുധിയണ്ണനാണ് വിളിക്കാറുള്ളത്. അത് ഞാൻ ഇവിടെ വന്നിട്ടൊന്ന് വിളിച്ചില്ല എന്ന് വേണ്ടാന്ന് വിചാരിച്ചിട്ട് വിളിക്കുകയാണ്. നമസ്കാരം മുട്ട. അവിടെ ഉള്ളത് പപ്സ്, മുട്ട പപ്സ്. ഓക്കെ, നിനക്കൊന്നും തോന്നരുത് എൻ്റെ അവിടെ. എന്നെ അടിക്കാനൊക്കെ നിനക്ക് തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ പോവുകയാണ്. നമ്മളൊരു പാവം വഴിപോക്കൻ. ഓക്കെ, ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾക്ക് ചെറിയൊരു എന്തുവാ ഇതിന് പറയുന്നത്, ലുക്കൗട്ട് ഏരിയയോ വാച്ചിങ് ഏരിയയോ അങ്ങനെയൊക്കെ പറയാം. ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി, സ്ഥലം നിറയ്ക്കാൻ വേണ്ടി സുധിയണ്ണൻ ബിൽഡ് ചെയ്ത് വെച്ചതാണെന്ന് സുധിയണ്ണന് നമുക്ക് മാത്രമല്ലേ അറിയാവൂ. ഓക്കെ, നമുക്ക് പോവാം ഇനി അടുത്ത സ്ഥലത്തോട്ട്. ഇത് എന്തരായിരുന്നു സംഭവം? ഇത് കണ്ടില്ല കേട്ടോ. ഇതെന്തോ ചെറിയൊരു സെറ്റപ്പ് ചെയ്ത് വെച്ചാണ്, അത്ര എനിക്കറിയോ. ഇവിടെ ചെറിയൊരു ജംഗ്ഷൻ പോലത്തെ ഒരു സെറ്റപ്പ്. എന്താടാ, മൈനിങ് ഏരിയ? അല്ല. ഓക്കെ, ഇവിടെ എന്തൊരു വാട്ട് ഈസ് ദിസ്? ഓക്കെ, ഇതിൻ്റെ എപ്പിസോഡൊന്നും കാണാത്തതുകൊണ്ട് കറക്റ്റ് അറിയാൻ വയ്യ. അതുകൊണ്ട് അകത്തോട്ട് കയറി തന്നെ നോക്കണം. ഇത്രേ ഉള്ള ഇതിനാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ സ്ഥലം നിറയ്ക്കാൻ വേണ്ടി ചെയ്തതായിരിക്കണം. കൊള്ളാം, സംഭവം കൊള്ളാം. ഓക്കെ, നമുക്കിനി പോവാം അടുത്ത സ്ഥലത്തോട്ട്. ഇത് നമ്മളെ ബൂബു ആരോ ആയിക്കോട്ടെ, ആരുടെയോ എന്തോ സ്ഥലം. ഇനി ഇതെന്ത്? കുറെ എപ്പിസോഡ് ഞാൻ സ്കിപ്പ് ചെയ്തെന്ന് തോന്നുന്നു. എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എപ്പിസോഡ് കണ്ടിട്ടാണ്. ഇതില്ല, മറ്റേ സാധനം ഓട്ടോമാറ്റിക് ലാവ ഫാം. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിരുന്നു. അതിങ്ങനെയാണ് സെറ്റപ്പ്. ഇത് കണ്ട് ഒരുമാതിരി ഡെവിലിൻ്റെ കണക്കൊക്കെ ഉണ്ടല്ലോ. സെറ്റ് സാധനം, ഇഷ്ടപ്പെട്ട സാധനം. ഇത് പിന്നെ നമ്മുടെ വേൾഡിലോട്ട് എടുത്തെന്നും പറഞ്ഞുകൊണ്ട് കുറേമാര് ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയ നമ്മുടെ സ്വന്തം ഫാം.
വീറ്റ് ബീട്രൂട്ട് ക്യാരറ്റ് പൊട്ടറ്റോ എല്ലാം കൂടെ ഉള്ള ഒരു എന്താണ് നമ്മുടെ ഇത് ഫാം. ഓക്കെ, അത്രയേ ഉള്ളൂ ഗൈസ്. ഇവിടെ ഉണ്ടോ എല്ലാവരും? വിൻഡ് മില്ല്, പിന്നെ ഇവിടെ നമ്മുടെ സംഭവം ഷീപ്പ് ഫാം കൊണ്ടേക്കുന്നു. ഈ ബ്രിഡ്ജിലൂടെയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വേൾഡ് ഡൗൺലോഡിൽ നടന്നു പോയ നമ്മുടെ വീതികൾ. ഇതാണ്ട് വീല്, വാട്ടർ വീല്. ഓക്കെ, അതൊക്കെ കിടിലമായിട്ടുണ്ട്. ഇവിടെ നമ്മളെ താത്താമയെ പിടിച്ചിരുന്ന സ്ഥലം ഉണ്ടായിരുന്നില്ല. അതാണ് ഇവിടെ. മീനുകുട്ടി ഗൈസ്, എനിക്കൊരു പരാതി പറയാനുണ്ട്. എന്തുകൊണ്ട് മീനുക്കുട്ടിയെ ഇതിനകത്ത് പെറ്റായിട്ട് എടുത്തില്ല? ഇതിന് നൈമോ എല്ലാം ഇട്ടിട്ടുണ്ടോ എനിക്ക് അറിയാൻ മേതുകൊണ്ട് ഇല്ല ഇട്ടിട്ടില്ല. എന്തുകൊണ്ട് മീനുകുട്ടിക്ക് നൈമ് കൊടുത്തില്ല? എന്തുകൊണ്ട് മീനുകുട്ടിക്ക് പേരിട്ടില്ല? മറ്റതിനും രണ്ടിനും പേരിട്ടിട്ടില്ല കേട്ടോ, സോറി, മൈ മിസ്റ്റേക്ക്. ആർക്കും ഇവിടെ പേരിട്ടിട്ടില്ല. ആ സ്ഥിതിക്ക് ഞാൻ അങ്ങോട്ട് നീങ്ങുന്നു, ഇല്ലെങ്കിൽ എന്നെ ആരെങ്കിലുമൊക്കെ വന്ന് ഇതാക്കും. ഓക്കെ, ഇവിടെ ഗ്രീൻ ഹൗസ് ഉണ്ട് സുഹൃത്തുക്കളെ. ഗ്രീൻ ഹൗസ് നമ്മൾ കഴിഞ്ഞ വേൾഡ് ഡൗൺലോഡിൽ കണ്ടതാണ്. നമുക്കിനി പ്രത്യേകിച്ച് ഇതിനകത്ത് കാണാനൊന്നുമില്ല. വെറും ചേറ്റില്ലെന്നാണ് തോന്നുന്നത്. ഇനി ഇവിടെ തന്നെ നമ്മുടെ സുധീരൻ ഉണ്ടാക്കിയ നമ്മുടെ വില്ലേജ്, കസ്റ്റം വില്ലേജ് ഉണ്ട്. ഈ സൈഡിൽ കൂടെ പോയിട്ട് വേറെ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഇതൊക്കെ കസ്റ്റം വില്ലേജിന്റെ ഏരിയകളാണ്. കസ്റ്റം എല്ലാം കസ്റ്റം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ, ഞാനെന്താ പൊട്ടനാ? നമ്മളെ കയ്യിൽ എന്താടാ എലൈറ്റർ റോക്കറ്റും അല്ലേ ഇരിക്കുന്നത്? പിന്നെ ഈ കിടന്ന് വഴി തപ്പി പിടിക്കേണ്ട കാര്യം എന്തുവാ? കണ്ടുപിടിക്കടോ. ചത്തില്ല, ഭാഗ്യം. വേണ്ടായിരുന്നു, അതൊരു അബദ്ധമായിരുന്നു. ആർക്കും ഒന്നും തോന്നരുത്. ഇത് നമ്മളെ എക്സ്പി ഫാം. ഫുഡ് കഴിക്കട്ടെ. അത് ഗോൾഡൻ ക്യാരറ്റ് ഒന്നും ഇല്ല. സുധീറിന്റെ സാധാരണ ഫേവറേറ്റ് ഫുഡ് ഗോൾഡൻ ക്യാരറ്റ് ആണ്. നമുക്ക് മര്യാദക്ക് നടന്നു പോയാൽ മതി കേട്ടോ. ട്രീ ഹൗസ് ഇനി എവിടെയാണ്? ഇനി അധികം കണ്ടുപിടിക്കാൻ പോവാൻ ഞാൻ ഇനി കുറെ ചാവുമല്ലേ. ഓക്കെ, എന്റെ പോയി. അതായിരിക്കുന്നു ട്രീ ഹൗസ് കണ്ടുപിടിക്കാനാണ് ഞാൻ ഇപ്പൊ ചാവാൻ പോയത് ഗൈസ്. എനിവേസ് നമ്മളങ്ങനെ ട്രീ ഹൗസിലെത്തി. സേഫ് ലാൻഡിങ് ആയിരുന്നു, ആർക്കും ഒന്നും തോന്നരുത്. കീബോർഡ് ആൻഡ് മൗസ് ഒക്കെ വെച്ച് നമ്മൾ MC ലൈഫിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അങ്ങനെ അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. അതിൻ്റെതായൊരു പ്രശ്നമുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ വില്ലേജേഴ്സ് കുട്ടന്മാരൊക്കെ ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് വീണാ ചാവും, ചത്താൻ ചാവും, അത്രേ ഉള്ളൂ. വീണാ ചാവും, അതിനകത്ത് ഇതിന് മറ്റേ വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. അവിടെ ട്രീ ഫാം ഉണ്ട്. ഇതൊക്കെ ഞാൻ കണ്ടിരുന്നു, ട്രീ ഫാം. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. താഴോട്ട് പോയാൽ നടുന്നു, മുറിക്കുന്നു, അല്ല വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ, നമ്മളെല്ലാം കണ്ടില്ലേ. പിന്നെ ഇത് അയൺ ഫാം, ഇത്രയൊക്കെയാണ് ഉള്ളതെന്നാണെന്നാണ് എനിക്ക് തോന്നണത്. ഇനി വേറെ വല്ലതും ഉണ്ടാ എന്തോ, അത് അറിയത്തില്ല. ഇത് ഏതാ ബിൽഡിങ്? അത് മറ്റേ കസ്റ്റം വില്ലേജിന്റെ ബാക്കിയാണ്. കസ്റ്റം വില്ലേജിന്റെ ആണോ? നമുക്ക് മുകളിലോട്ട് കയറി നോക്കിയാലോ. കേറ്. ഓക്കെ, കയറാൻ പറയുമ്പോ ഇറങ്ങി പോവാ. എന്ത് തരം പരിപാടിയാണ്? എന്തുവാടെ വൈൻ കൃഷി ചെയ്യാൻ വേണ്ടി ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഇപ്പൊ ഇത്ര നേരം സഹിച്ചിരുന്ന് കണ്ടതിന്. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 2K ആണ്. അപ്പൊ അടുത്ത വീഡിയോ മറ്റേ XP നോട്ട്ക്രാഫ്റ്റ് 20. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ചാനലിൽ. അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പൊ അടുത്ത വീഡിയോ മറ്റേ കാണാം. ബൈ.